രാംകുമാർ സാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സാർ, ഡൽഹി DCPയുടെ ഒരു പ്രസ്താവന ഇന്നലെ രാത്രി വന്നത് അങ്ങയുടെ ശ്രദ്ധയിലും പെട്ട് കാണുമല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുകയുണ്ടായി, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എവിടെ നിന്നാണ്, അതൊന്ന് കാണിക്കൂ എന്ന്. പക്ഷേ അത് പോലീസ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡൽഹി പോലീസ് നിരോധിച്ചത് 400-ലധികം പാക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ്. 400-ലധികം പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ. സർക്കാർ ഇടപെട്ടതിന്റെ കാരണം അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? കാരണം ഇത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബേസിൽ ഒന്ന് അടങ്ങൂ പ്ലീസ്, ഒന്നടങ്ങൂ അങ്ങേലേക്ക് വരാം. രാംകുമാർ സാർ, അങ്ങേക്ക് മറുപടി പറയാം. നോക്കൂ, ദേശവിരുദ്ധ ശക്തികൾ മുഴുവൻ രാഹുൽ ഗാന്ധി ഈ സമരം ഏറ്റെടുത്തതോടെ പാർലമെന്റ് സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസം ദേശവിരുദ്ധ ശക്തികൾ എല്ലാം കൂടി ചേർന്ന് ഇത് ഹൈജാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക്, സുരക്ഷിതത്വത്തിന്, രാജ്യസുരക്ഷയ്ക്ക്, ഇതിനെല്ലാം ഭീഷണിയാണ്. ആ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് എൻ്റെ എളിയ വിശ്വാസം. അങ്ങേക്കൊന്ന് കൂട്ടിച്ചേർക്കാം. വാസ്തവത്തിൽ ഡോക്ടർ ജോർജിൻ്റെ അഭിപ്രായം കേട്ട് എനിക്ക് അത്ഭുതം തോന്നും. ഏത് ജനാധിപത്യ ഗവൺമെൻറ്റും ഏത് പ്രക്ഷോഭണം വന്നാലും അതിന് ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ കാതൽ തന്നെ വിയോജിക്കാനുള്ള അവകാശമാണ്. അത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ സമ്മതിക്കില്ല. കാരണം അടിയന്തരാവസ്ഥ ജനനന്മയ്ക്കാണ് എന്ന് ചുമരെഴുത്ത് നടത്തിയവരാണല്ലോ അവരാണല്ലോ ഇപ്പോൾ വലിയ ജനാധിപത്യവാദികൾ. പാവം, എനിക്ക് അവരോട് സഹതാപമുണ്ട്. ചോദിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാൻ അദ്ദേഹത്തിന് നിർവാഹമില്ല. കാരണം അദ്ദേഹത്തിന് പണക്കാട്ട് വിളിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാൻ ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ആ ഗതികേടിലാണ് അവരോട് എന്തിനാണ് പാവം ചോദ്യം ചോദിച്ച് അവരെ അസൗകര്യപ്പെടുത്തുന്നത്? എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടില്ല. കാരണം അവരെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിച്ചവരാണ്. അവരുടെ ഒത്താശയോടുകൂടിയാണ് മദാമ ഇന്ന് വയനാട്ടിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായിരിക്കുന്നത്. ഇത് രാജ്യത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ ഓശാരത്തിൽ നടക്കുന്നൊരു പാർട്ടി ഒരു ആരോഗ്യകരമായ ചർച്ചയ്ക്ക് സഹായകരമായ മറുപടി ഒരിക്കലും പറയില്ല. അതിന് സാധാരണ പിന്നെ ചോദിച്ച ചോദ്യം, ഈ ഗവൺമെൻറ് വേറെ എന്താണ് ചെയ്യേണ്ടത്? രാജ്യത്തിൻ്റെ നാളത്തെ വാഗ്ദാനമായ കുട്ടികൾ അവരുടെ ഭാവി അപകടപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയിലെ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന കാണുന്നൊരു ഗവൺമെൻറ് തീർച്ചയായും അവരെ ശ്രദ്ധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന ജനാധിപത്യ മാർഗമല്ല സ്വീകരിക്കേണ്ടത്. അല്ലാതെ അവരെ അവഗണിക്കണോ? അവരെ വെടിവെച്ച് കൊല്ലണോ? അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്ത പോലെ ചെയ്യണോ? അതൊരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് യോജിച്ചതല്ല. ഇവിടെ വിമർശനമായിരുന്നു, പ്രധാനമന്ത്രി മിണ്ടുന്നില്ല, പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ ഡോക്ടർ വർഗീസ് ജോർജിനെ പോലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ് ചോദിക്കണു, എന്തിനാ പ്രധാനമന്ത്രി വന്ന്? എന്തൊരു വിരോധാഭാസമാണ്! ഇങ്ങനെ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യത്തിൽ എങ്ങനെയെങ്കിലും നിയമസഭയിലും പാർലമെൻറ്റിലും കടന്നുകൂടി അസ്തിത്വം ഉറപ്പിക്കുന്ന സംവിധാനക്കാർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ രാജ്യം നാളെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കേണ്ട ആളുകൾ തെരുവിൽ അലഞ്ഞ് തിരിയുമ്പോൾ